ഇസ്ലാമിൽ വളരെ നിർബന്ധപരമായിട്ടുള്ള അഅമാലുകൾ പോലും നമ്മൾ അലംഭാവത്തിലൂടെ അത് നിസ്സാരമായി കാണുന്നു. അല്ലേ? ഒരു ശുക്ർ അള്ളാഹുവിന് എത്രമാത്രം നമ്മൾ ശുക്ർ ചെയ്യണം. ഇബാദത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ അള്ളാഹ് പടച്ചത്. പക്ഷെ അള്ളാഹു തആല ഇവിടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹുവിന് നന്ദിയുള്ളവരാകണമെന്നാണ്. നന്ദി പ്രകടിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രക്രിയയുണ്ട്. അൽഹംദുലില്ലാ എന്ന വചനം നാം ഉരുവിടുക. അൽഹംദുലില്ലാ, സർവ്വ സ്തോത്രങ്ങളും അള്ളാഹുവിനാണ്. ഈ അൽഹംദുലില്ലാ എന്ന് ഉരുവിടാൻ നാം ചെലവഴിക്കുന്ന ഊർജത്തിന്റെ സ്രോതസ് അതെവിടെ നിന്ന് ലഭിച്ചു? ഈ അൽഹംദുലില്ലാ എന്ന് ഉരുവിടാൻ നമുക്ക് നാവിനെ സൃഷ്ടിച്ചു തന്നു ആര്? അല്ലാഹു തആല. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് ഉരുവിടുമ്പോ നാം നിശ്വസിക്കുന്ന ആ ശ്വാസവായുവിനെ തന്ന അല്ലാഹു. ഇതിന് വീണ്ടും നാം ശുക്ർ ചെയ്യണം. അങ്ങനെ ഒരു ശുക്ർ മറ്റൊരു ശുക്രിലേക്ക് യഹ്താജു യശ്കുറു വശുക്റു ശുക്രി യഹ്താജു യശ്കുറു. ഒരു ശുക്ർ മറ്റൊരു ശുക്രിലേക്ക് ഇങ്ങനെ ആവശ്യമായി കൊണ്ടിരിക്കും. അങ്ങനെ ആ ശുക്ർ മരണപ്പെടുന്നവരെ ശുക്ർ ചെയ്താലും നമ്മുടെ ശുക്ർ എന്താവില്ല, അവസാനിക്കില്ല. കാരണം എന്താ? നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നമുക്ക് ഭക്ഷണം തന്നത് അല്ലാഹുവാണ്, ശ്വാസവായു തന്നത് അല്ലാഹുവാണ്, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിരതമാക്കിയത് അല്ലാഹുവാണ്, ആമാശയത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അതിന് ഭംഗിയായ നിലയിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ആ രാസപദാർത്ഥങ്ങളെ തന്നത് അല്ലാഹുവാണ്, അന്നനാളങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും കൃത്യമായ രീതിയിൽ സംവിധാനിച്ച റബ്ബാണ്. ആ റബ്ബിനോട് നാം ഓരോ അവയവത്തിനു വേണ്ടിയും ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ശ്വാസത്തിനും നാം ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു ലുഖ്മ, ഒരു പിടി ഭക്ഷണം കയ്യിലെടുക്കുമ്പോ ബിസ്മി ചൊല്ലി അത് വയറ്റിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ ചൊല്ലണം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങനെ കഴിക്കുമ്പോ ഓരോ പ്രാവശ്യവും അൽഹംദുലില്ലാ ചൊല്ലണം. കാരണം എന്താ? ഒരു പ്രാവശ്യം നാം ഭക്ഷണം കഴിക്കുന്ന അന്നനാളത്തിലൂടെ ഭക്ഷണം അങ്ങോട്ട് പോകുമ്പോ അന്നനാളത്തിന്റെയും ശ്വാസനാളത്തിന്റെയും ഇടയിലൊരു വാൾവുണ്ട്. ആ വാൾവ് ശ്വാസകോശത്തിലേക്കുള്ള വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അന്നനാളം ഭക്ഷണ ആമാശയത്തിലേക്ക് പോകുന്ന കുടലിലേക്ക് പോകുന്ന വാൾവ് അടഞ്ഞു പോയാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നേരെ പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. ക്ലോസ്. അതോടുകൂടെ മനുഷ്യന്റെ കാര്യം കഴിഞ്ഞു. എന്റെ നാട്ടില് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തോട്ടത്തിൽ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ഇങ്ങനെ നനക്കാൻ വേണ്ടിയിട്ട് പഴയ പെട്രോൾ മണ്ണെണ്ണയൊക്കെ കൂടിയിട്ടുള്ള ഒരു മോട്ടറുണ്ട്. ആ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വലിയ കയറുണ്ടാകും, ഒരു ചരട്. ആ ചരട് ചുറ്റി വലിച്ച് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉള്ള മോട്ടോർ അന്നത്തെ കാലം. അങ്ങനെ കുറെ പ്രാവശ്യം ഇദ്ദേഹം വല്ലാതെ അധ്വാനിച്ച് തിരിച്ചും വലിച്ചും പിടിച്ചും ഒരുപാട് ഇടങ്ങറായി ശ്വാസം മുട്ടുന്ന രൂപത്തിൽ ഇദ്ദേഹം അധ്വാനിച്ചു. മോട്ടോർ സ്റ്റാർട്ടായ ആവേശത്തിൽ അദ്ദേഹം പോയി വെള്ളം കുടിച്ചു. ആ ശ്വാസോച്ഛ്വാസം വളരെ ശക്തമായി സംഭവിക്കുമ്പോ കിതച്ചുകൊണ്ട് അദ്ദേഹം വെള്ളം കുടിച്ചപ്പോ വെള്ളം മുഴുവനും പോയത് ശ്വാസകോശത്തിലേക്കാണ്. ഉടനെ തന്നെ വാഹനയാത്ര സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ആ കാലഘട്ടത്തില് ഏതോ ഒരു ജീപ്പോ മറ്റോ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താ സംഭവിച്ചത്? ഹോസ്പിറ്റലിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തൊരു തുരന്നിട്ട് ദ്വാരമുണ്ടാക്കിയിട്ട് പൈപ്പിലൂടെ ആ കുടിച്ച വെള്ളം മുഴുവനും പുറത്തെടുത്തതിന് ശേഷമാണ് ആ മനുഷ്യനൊന്ന് ശ്വസിക്കാൻ സാധിച്ചത് എങ്കിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സംവിധാനത്തെക്കുറിച്ച് ഞാനും നിങ്ങളും എന്താ മനസ്സിലാക്കിയത്? എന്തോ ഒരു സംവിധാനമാ അല്ലാഹു തആല ചെയ്തത്. നമ്മുടെ ശരീരം ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വായ എന്ന ആ പാത്രത്തിലേക്ക് എന്തിട്ട് കൊടുത്താലും യാതൊരു പ്രശ്നമില്ലാതെ അങ്ങോട്ട് ഉള്ളിപ്പോകും. ഉള്ളിപ്പോയിട്ട് അത് അരച്ച് പിണ്ടിയാക്കിയിട്ട് ശരീരത്തിന് ആവശ്യമായത് അത് എടുക്കും, അല്ലാത്തതൊക്കെ പുറന്തള്ളും. ദഹിക്കാതെ ഇരിക്കുന്ന വസ്തുവാണെങ്കിൽ അതേ രൂപത്തിൽ അതിനെ പിന്തള്ളും. രൂപ നാണയങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വിഴുങ്ങിയിട്ട് വീണ്ടും അത് മലത്തിലൂടെ പുറത്തു പോകുന്ന സംഭവങ്ങൾ നാം കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം നമ്മുടെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു, ആരെങ്കിലും അവന്റെ ശരീരത്തിന്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ആരെങ്കിലും അവന്റെ ശരീരത്തിന്റെ
ശക്തിയെക്കുറിച്ച് അംറുൽഖുറാന്റെ ശക്തിയെക്കുറിച്ച് അവന് മനസ്സിലാകുക തന്നെ ചെയ്യും. പക്ഷേ ആ ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടോ? നാം ഒരിക്കലെങ്കിലും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? നമ്മൾ അല്ലാ എന്ന് കടുത്ത ഭാഷയിൽ വിളിക്കൂ. എപ്പോ നാം ഒരു പഴം മുറിക്കുകയാണ്, അതല്ലെങ്കിൽ പച്ചക്കറി വെട്ടുകയാണ്, ആ സമയത്ത് വിരൽ വെച്ച് വെട്ടുമ്പോ മൂർച്ചയുള്ള കത്തി നമ്മുടെ വിരലിന്റെ ഒരു ഭാഗത്ത് ചെത്തിക്കളഞ്ഞാൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം എവിടെയെങ്കിലും ഒന്ന് കടന്ന് ചെന്ന് അടിച്ചുപോയാൽ, മേശന്റെ വലിപ്പ് വലിച്ചിട്ട് തിരിച്ചടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലൊന്ന് വിരൽ കുടുങ്ങിപ്പോയാൽ, വാതിൽ അടക്കുന്ന സമയത്ത് ജനലടക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കൈയുടെ വിരലിന്റെ തൊലിയുടെ ഒരു ഭാഗം അങ്ങോട്ട് ഉള്ളിലേക്ക് ചേർന്നിട്ട് രക്തം കല്ലകെട്ടിപ്പോയാൽ അല്ലാ എന്ന് വിളിക്കുന്നല്ലോ. നമുക്കൊരു മുസീബത്തുണ്ടായാൽ അല്ലാഹുവിനെ വിളിക്കുന്നല്ലോ. എന്തെങ്കിലും വിഷമുണ്ടായാൽ അല്ലാഹുവിനെ വിളിക്കുന്നല്ലോ. സങ്കടം വന്നാൽ അല്ലാഹുവിനെ വിളിക്കുന്നല്ലോ. പക്ഷേ അനുഗ്രഹങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഒരു പിഞ്ചോമന നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ, നമ്മുടെ കച്ചവടത്തിൽ വല്ല ലാഭവും കിട്ടിപ്പോയാൽ, നമുക്ക് ഏതെങ്കിലും പ്രതീക്ഷിച്ച ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചു പോയാൽ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്, ആ അല്ലാഹുവിനാണ് സർവസ്തോത്രങ്ങളും നൽകേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സത്യവിശ്വാസിയാണോ ഞാനും നിങ്ങളും? ആ സമയത്ത് മതിമറന്ന് ആഘോഷിക്കുന്നില്ലേ കൂട്ടുകാരെ? ആ സമയത്ത് റബ്ബിനെ മറന്നു പോകുന്നില്ലേ കൂട്ടുകാരെ? ഏതൊക്കെയോ ആഘോഷവേളയില്, വിവാഹത്തിന്റെ ആഘോഷവേളയില്, അതുപോലെ തന്നെ പുതുവർഷത്തിന്റെ ആഘോഷത്തില്, അതുപോലെ തന്നെ ജന്മദിനത്തിന്റെ ആഘോഷത്തില്, കുട്ടിയുടെ ജന്മദിനം കൊണ്ടാടുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ആഘോഷമില്ലേ? തന്റെ പ്രിയപ്പെട്ട മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട പന്തലില് ആ ആഘോഷത്തിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഹറാമാക്കിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഗാനമേളകൾ സംഘടിപ്പിച്ചിട്ട്, അതുമല്ല സംഘടിപ്പിക്കുന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ താമൻ ഒരുപാട് കാശുകൾ മുടക്കിയിട്ട് കൊണ്ടുവച്ച എത്രയോ പവർഫുൾ ആയിട്ടുള്ള വാട്സുള്ള ഒരുപാട് ഹോം തിയേറ്ററുകളിലൂടെ CD-യിലും USB-യിലും ശേഖരിച്ചിട്ടുള്ള ആ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഗാനങ്ങളെ പുറപ്പെടുവിച്ചിട്ട് അവിടെയുള്ള അന്തരീക്ഷത്തെ മലീമസമാക്കിയിട്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോടുള്ള ധിക്കാരമല്ലേ അവിടെ? അൽഹംദുലില്ലാഹ്, ഒരു പെൺകുട്ടിയെ എങ്ങാനും ഒരു മനുഷ്യൻ ഒരു പ്രസവിക്കുകയും, അല്ലെങ്കിൽ 2 പെൺകുട്ടിയെയോ 3 പെൺകുട്ടികളെയോ ഒരു മനുഷ്യൻ വളർത്തി വലുതാക്കിയിട്ട് പ്രായപൂർത്തിയെത്തുന്നത് വരെ ദീനിയായ വിജ്ഞാനങ്ങൾ നൽകിയിട്ട്, അവൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകിയിട്ട്, അവൾക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ നൽകിയിട്ട്, ആ പെൺകുട്ടിയെ ഒരു നല്ല ഒരു ഭർത്താവിന്റെ കയ്യിലേക്ക്, ഒരു സത്യവിശ്വാസിയുടെ കയ്യിലേക്ക്, ഒരു നല്ല സുന്നിയായ മനുഷ്യന്റെ കയ്യിലേക്ക് വിവാഹം ചെയ്തയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്തം പൂർത്തിയായിപ്പോയെന്ന് മാത്രമല്ല, അവൻ സ്വർഗീയ അവകാശിയാണ് എന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികളെ ഒരാൾ വളർത്തി വലുതാക്കി നല്ല ഒരു സത്യവിശ്വാസിയായ സുന്നിയായ ഒരു മനുഷ്യന് വിവാഹം ചെയ്തു കൊടുത്ത ആ പിതാവിന് മാതാവിന് എന്ത് ചെയ്യും? സ്വർഗം കിട്ടുന്നു റസൂലുള്ളാഹി. 2 കുട്ടികളായാലും കിട്ടും. ആദ്യമായി പ്രസവിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് വലിയ ബറക്കത്താണെന്ന് റസൂലുള്ളാഹി. തന്റെ ഗർഭത്തിലുള്ളത്, തന്റെ ഭാര്യയുടെ ഗർഭത്തിലുള്ളത് ജനിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അബോർഷൻ നടത്തി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചതിന് ശേഷം ജീവനോടുകൂടെ മണ്ണിൽ പൂഴ്ത്തിയിടുകയാണെങ്കിൽ, കുഴിച്ചു മൂടുകയാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ പെൺകുട്ടികൾക്ക് ജനിക്കുവാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന അധമന്മാരുടെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ അബോർഷന് വേണ്ടി ഡോക്ടർമാരെ സമീപിക്കുന്നത് അമുസ്ലിമീങ്ങളല്ല, അതിൽ മുസ്ലിമീങ്ങളുമുണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം. ലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ നിങ്ങൾ കൊന്നുപോകരുത്. കാരണം വമാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ ജന്തുജാലങ്ങളുടെയും ഭക്ഷണാതിക്രമങ്ങളൊക്കെയും അല്ലാഹു തആലയാണ്
ആരാണ് സംവിധാനിച്ചത്? അത് മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത് റബ്ബ് തആലയാണ്. അതിൽ നിനക്കെന്തില്ല ഉത്തരവാദിത്തമില്ല. നീ ജസ്റ്റ് ജനിപ്പിച്ചു കൊടുത്താൽ മതി, അല്ലാഹു തആല നോക്കിക്കൊള്ളും. എന്ന് വെച്ച് നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുവാകരുത് നീ. അപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ പെൺകുട്ടി ജനിച്ചാല് ദാരിദ്ര്യമൊന്നും പേടിയില്ല ഉസ്താദെ. പക്ഷെ സംഗതി എന്താ, 3 വയസ്സായ കുഞ്ഞിനെ പോലും പീഡിപ്പിച്ച് നശിപ്പിക്കുന്ന ലോകത്തിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അത് വലിയൊരു പേടി തന്നെയാ കൂട്ടുകാരെ. ഇവിടെ സർവ്വവിധ ചർച്ചകളും നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പീഡനങ്ങൾ സംഭവിക്കുന്നത്? ഒരു വിഭാഗം പറയും പെൺകുട്ടികളുടെ